ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയ വീഡിയോയുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്ന ഒരു DIY ആണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുന്നേ ചെയ്തിട്ടുള്ളൊരു DIY ഉണ്ടോ, ഇതിൽ ചുമരിൽ വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ ഇത് സെൻറ്ററിൽ മാത്രമായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി വശമൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കുമ്പോൾ ഒരു ഭംഗിയില്ല. അപ്പോൾ അവിടെയും കൂടി നമുക്കൊന്ന് ഭംഗി കൂട്ടണ്ടേ. അപ്പോൾ അതിനുള്ളൊരു ഐഡിയ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഫുള്ളും സ്കിപ്പ് ചെയ്യാതെ കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഇതുമെന്ന് കട്ട് ചെയ്തെടുത്തിരുന്ന ഓരോ പീസ് ഉണ്ടല്ലോ. നമ്മൾ ഈ ഒരു ടയർ കട്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു മുകൾ ഭാഗം അത് ഒഴിവാക്കുകയാണ് പതിവ്. അപ്പോൾ അത് ഒഴിവാക്കിയാൽ ഇപ്പോൾ നമ്മളെ തൊടുവിലൊന്നും ഇട്ടാൽ അതൊന്നും ദഹിച്ച് പോകില്ല. അതുണ്ടോ, അതങ്ങനെ തന്നെ അവിടെ കിടക്കും. അപ്പോൾ പിന്നെ ഇല്ലതൊരു വഴിയിലെന്ന് പറഞ്ഞാൽ പഴയതെടുക്കുന്ന ആളുകളൊക്കെ വരുമ്പോൾ കൊടുക്കാന്നുള്ളതാണ്. അപ്പോൾ അത് അതുവരെ അവിടെ ഇങ്ങനെ വേസ്റ്റായി കിടക്കുകയുള്ളൂ. അപ്പോൾ ഇതുകൊണ്ട് എന്ത് ചെയ്യാമെന്നുള്ളത് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഇതുകൊണ്ട് ഒരു ഡെക്കറേഷൻ പീസ് നമുക്കത് ചെയ്താലോ എന്നിങ്ങനെ ഒരു തോന്നലുണ്ടായത്. അപ്പോൾ ഞാനിത് ഇതിന്ന് ഇതിപ്പോൾ നമ്മളൊരു 5 എണ്ണം കട്ട് ചെയ്തിരുന്നു. ഒന്നുകൊണ്ട് ഞാൻ ആദ്യം തന്നെ എന്തോ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ബാക്കിയില്ല ഇപ്പോൾ ഇത് കണ്ടോ, അതാണ് കട്ട് ചെയ്തുകൊണ്ട് ചെടി നട്ടിയില്ല. അതുണ്ടോ, ചെടികളൊക്കെ ഇപ്പോൾ നല്ല പോലെ തിക്കായിട്ട് തന്നെ വളർന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ലാസ്റ്റത്തെ ആ 2 പീസാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് നട്ട് കാണിച്ചു തന്നിരുന്നത്. അപ്പോൾ അത് ഏകദേശം ഒരു 10 ദിവസം ആയപ്പോഴേക്കും തന്നെ നല്ല ഭംഗിയിലായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല ഭംഗിയില്ലേ, ഈ ഗ്രീനും അതേപോലെ ഈ ഒരു കളറിലെ ചെടിയും. അപ്പോൾ ഇതിങ്ങനെ ഇടയ്ക്ക് കളർ ചേഞ്ച് ചെയ്ത് വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഷൂട്ടിങ്ങൊക്കെ ഇവിടെ അകത്തോട്ട് മാറ്റിയിട്ടുണ്ടോ, നല്ല മഴയാണ് പുറത്ത്. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ ചെയ്യൽ നടക്കില്ല. അപ്പോൾ നമ്മൾ അകത്തോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിതാ ഈ ഒരു ചൂടിക്കയറാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചൂടിക്കയർ നല്ലപോലെ ചുറ്റി കൊടുത്താൽ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഈ ചൂടിക്കയർ അവിടെ ഒരു കെട്ടിട്ടാണ്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി അതുകൊണ്ട് നല്ലപോലെ ഒന്ന് ചുറ്റിയെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ചുറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഉള്ളിലില്ല റൗണ്ട് എന്ന് പറയുന്നത് ആ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ കുറച്ച് റൗണ്ട് കുറവായിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ പുറത്തത്തെ റൗണ്ടിലേറെ ഒന്നും കൂടി ഇങ്ങോട്ട് കുറവായിരിക്കും ഉള്ളിലോട്ട്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ചുറ്റുന്ന സമയത്ത് ആ മുകളിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഉള്ളിൽ വരുന്ന ആ ഭാഗത്തേക്ക് വരുമ്പോൾ അടുപ്പിച്ച് ചുറ്റണം. അപ്പോൾ മുകളിൽ ഇങ്ങനെ കുറച്ചൊരു വിട്ട് കൊടുത്താൽ അത് പിന്നെ അങ്ങനെ അങ്ങോട്ട് ഇടാക്കി കൊടുത്താൽ കറക്റ്റായി നിൽക്കും ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ നമ്മൾ ചുറ്റിയെടുക്കുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഫുള്ളും ചുറ്റിയാണ്ട് എടുക്കാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ പെയിൻ്റ് അടിച്ചിട്ട് കുറച്ച് ഭാഗം ഇതപ്പോൾ ഈ ചുടിക്കയറി ചുറ്റി അത്ര വരെ ചുറ്റുക, പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് അതേ ഗ്യാപ്പ് വിട്ടിട്ട് വീണ്ടും ചുറ്റുക, അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു 3 ഭാഗത്ത് അങ്ങനെ ചുറ്റിയെടുത്തുകാണ്ട് പിന്നെ ബാക്കിയുള്ള ഭാഗം നല്ല പോലെ പെയിൻ്റൊക്കെ അടിച്ചുകൊണ്ട് ഭംഗിയാക്കുക, അങ്ങനെയും ചെയ്തെടുക്കുക. അപ്പോൾ കുറച്ചും കൂടി കളർഫുള്ളാവും. അപ്പോൾ ഞാനിപ്പോൾ ഇതുമേ പെയിൻറ്റ് ചെയ്യാനൊന്നും നിന്നിട്ടില്ല, ഫുള്ളും ഇതന്നെ ചുറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് ചുറ്റിയിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിത് അങ്ങനത്തെ 2 എണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കണ്ടോ ഇതുമ്പോൾ ഇങ്ങനെ ഒരു മുരി ഉണ്ടോ, അപ്പോൾ അതൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക. അപ്പോൾ ഞാനിതാ ഈ ലൈറ്റർ എടുത്തിട്ടുണ്ട്. ലൈറ്റർ വെച്ചിട്ട് ഇതൊന്നാണ് കാച്ചി കൊടുത്താൽ മതി. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കരിഞ്ഞ് പോയിക്കോളും. പിന്നെ വലുതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കത്രിക വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഈ ചെറിയത് പോകാനാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഒന്നും കൂടി ഒരു ഭംഗി കൂടിക്കോളും. അപ്പോൾ അതുണ്ടല്ലേ അത് നല്ല. അപ്പോൾ ഈ ഭാഗം നമ്മൾ ചെയ്തിട്ടില്ല കേട്ടോ. ഈ ഭാഗത്തുണ്ടോ നല്ല മുരിയുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ ഫ്രണ്ടിൽ കാണുന്ന ഭാഗം മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. നല്ല വ്യത്യാസമല്ലേ കണ്ടോ. അപ്പോൾ അതുപോലെ 2 ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ 2 ഇനി അതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 2 ഭാഗവും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഭാഗത്തിൻ്റെ ചെയ്തിട്ടില്ല. 2ൻ്റെ ഒരു പുറം മാത്രമാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇതാണ്ടോ ചട്ടിയാണ്. അപ്പോൾ ഇതിന് ശരിക്കും വേണ്ടോ, അതിന് മാച്ചല്ല ഈ കളറ്. ശരിക്കും റെഡ് കളറൊക്കെ ആണെങ്കിൽ നല്ല മാച്ച് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിത് അതിനൊരു 4 തൊള്ളിട്ട് എടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിവിടെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറൊരു ഡിസൈൻ കൂടി വേണമെങ്കിൽ ചെയ്യാം. ഇതിങ്ങനെ വെച്ചിട്ട് ഹാങ് ചെയ്തിടുന്ന രീതിയിലാക്കിയിട്ട് അതിൻ്റെ നടുവിൽ ആ ഒരു ചട്ടി പിടിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ അത് ഹാങ്ങിങ് പോട്ടായി മാറും. ഹാങ്ങിങ്ങിൻ്റെ ആ ഒരു മോഡലിലായി മാറും. അപ്പോൾ ഞാൻ ഹാങ്ങിങ് ഡെക്കറല്ല ചെയ്യണത്, ഞാൻ വാൾ ഹാങ്ങറാണ്, വാളിൽ നിൽക്കുന്ന രീതിയിലാണ്. അപ്പോൾ ഇങ്ങനെ നടുവിൽ സെറ്റ് ചെയ്യാൻ കഴിയൂല. പകരം നമ്മളിവിടെ ഈ സൈഡിൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ ഈ 2 എണ്ണം നമ്മളിതാ അതുപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചട്ടിയൊക്കെ ഇങ്ങനെ സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് 2ഉം എവിടെയാണോ സെറ്റ് ചെയ്യേണ്ടത് വെച്ചാൽ അവിടെ കൊണ്ടുപോയാണ്ട് സെറ്റാക്കാം.
അപ്പോൾ ഇതാ നമ്മൾ ഈ 2 നമ്മൾ റെഡിയാക്കി എടുത്തത് ഇനിയിപ്പോൾ ഇത് ഈ ചുമരിൽ കൊടുക്കുകയാണ് കേട്ടോ. പാണി വെച്ച് കൊടുക്കാമെന്നാണ് ഞാൻ കരുതിയിട്ടുള്ളത്. അപ്പോൾ നല്ല മഴ തൂങ്ങി നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് നല്ല ക്ലിയർ ഒന്നുമില്ല കേട്ടോ. നല്ലൊരു മൂടിയൊരു കാലാവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ അത്ര ക്ലിയർ ആയിട്ടൊന്നും കിട്ടിയിട്ടില്ല. എന്തായാലും നമുക്കിത് ആണി അടിച്ചെടുക്കാം. അപ്പോൾ അതാ ഞാൻ അങ്ങനെ 2ഉം ഇവിടെ ആണി അടിച്ചിട്ട് എടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ കാണാൻ. അതായത് ഇപ്പോൾ അതിനോട് മാച്ചായി. മറ്റേത് ആ സെൻറ്ററിൽ അത് മാത്രമായപ്പോൾ അത് ചെറിയതായിട്ടാണ് തോന്നിയിരുന്നത്. ഇപ്പോൾ കുറച്ചും കൂടി അത് 2ഉം പാടെ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗിയുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ചെടി നട്ടു കൊടുക്കാം. അപ്പോൾ ഞാൻ ചെടി നടാൻ ഒരുങ്ങിയപ്പോഴേക്കിനും മഴ ചാറിയിട്ടോ. അപ്പോൾ ഞാൻ ഫോണൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെ ഇപ്പോൾ ഒരു മഴ ചോർന്ന സമയത്താണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ആ സമയത്ത് ചെടികളൊക്കെ നട്ടു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ നട്ടു കൊടുത്തിട്ടുള്ള ചെടി എന്ന് പറയുന്നത് ഞങ്ങളെ നാട്ടിൽ ഇതിന് മിഠായി ചെടി എന്നറിയപ്പെടും. അപ്പോൾ ഇതിനൊരു മിഠായിൻ്റെ സ്മെല്ലൊക്കെ ഉള്ളത് കൊണ്ടാണ് അതിന് അങ്ങനെ ഒരു പേര്. അല്ലാതെ ഇതിനുള്ളത് വയലറ്റ് വിങ് ഏഞ്ചൽ വിങ്ങോ അങ്ങനെ എന്തൊക്കെയാണ്, വയലറ്റ് ഏഞ്ചൽ വിങ് എന്നാണ് അതിനറിയപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ പോത്തോസ് വെക്കട്ടോ. പോത്തോസ് വെച്ച് കഴിഞ്ഞാൽ ആ റിങ്ങിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ചുറ്റി കൊടുക്കും ചെയ്യുക. അപ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ വെച്ചിട്ടുള്ളത് ഈ ഒരു ചെടിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ, ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. അപ്പോൾ വീണ്ടും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ്.